ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിനു മഹത്വം. എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് സങ്കീർത്തനം 105 എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ. അവന് പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ. അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പിൻ. അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും അവൻ്റെ ബലത്തെയും തിരവിൻ. അവൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പിൻ. തൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ, അവൻ ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവിൻ. അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു. അവൻ്റെ ന്യായവിധികൾ സർവ്വഭൂമിയിലുമുണ്ട്. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും, താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളവും ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിന് അവൻ യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ഒരു നിത്യനിയമമായി നിയമിച്ചു. നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരുമെന്ന് അരുളിച്ചെയ്തു. അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. അവൻ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കലേക്കും ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കലേക്കും പോകും. അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. ഹല്ലേലൂയ. സ്തോത്രം. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുതേ എന്ന് പറഞ്ഞു. അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി, അപ്പമെന്ന കോലിന് അശേഷം ഒടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ.